സണ്ണി ജോസഫ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാറേ, വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത ആൻസലൻ ഏതായാലും കരുവന്നൂരിൻ്റെ പിതൃത്വമെങ്കിലും ഞങ്ങൾക്ക് വിട്ടു തന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് സാർ. ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നു. പ്രധാനമായും പദ്ധതികളുടെ രൂപീകരണത്തിലും വികസന പ്രവർത്തനങ്ങളുടെ ആവശ്യമായ പണം അനുവദിക്കുന്നതിലും ന്യായമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളില്ല. തികച്ചും പക്ഷപാതപരമായ വേർതിരിവ് പ്രകടമായ പദ്ധതികളിൽ കാണാൻ സാധിക്കുന്നു. PWD റോഡുകൾ, ഗ്രാമീണ റോഡുകൾ തുടങ്ങിയവയ്ക്ക് പണമനുവദിച്ച നിരവധി ഉദാഹരണങ്ങളുണ്ട്, വിവരിക്കുന്നില്ല സാർ. കേരളം ഇന്ത്യയിൽ തന്നെയാണ്, ആയിരിക്കുകയും വേണം, ആ കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെ പേരാവൂരും ഇരിക്കൂറും മഞ്ചേശ്വരവും കാസർഗോഡും ബത്തേരിയും കൽപ്പറ്റയും മലപ്പുറവും പാലക്കാടും മൂവാറ്റുപുഴയും കുണ്ടറയും കോവളവും കേരളത്തിൽ തന്നെയാണ് എന്ന കാര്യം ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കണം, ഓർമ്മിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സാർ. സാർ, പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളും നികുതി കൊടുക്കുന്നുണ്ട്, സെസ് കൊടുക്കുന്നുണ്ട്, ഫീസുകൾ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ളവർ അടയ്ക്കുന്നവരാണ് സാർ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അത് തരാൻ നിങ്ങൾ തയ്യാറാകണം. സാറേ, മറ്റൊരു കാര്യം, വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. വയനാട് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ. അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിനെ മനുഷ്യജീവൻ രക്ഷിക്കാൻ, അതുപോലെ തന്നെ സ്വത്തും അതുപോലെ തന്നെ വീടും സംരക്ഷിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ വേണം. വന്യജീവി സംരക്ഷണ നിയമം അതിൻ്റെ ഷെഡ്യൂൾ 2-ൽ പെട്ടിട്ടുള്ളതാണ് കാട്ടുപന്നികൾ. അതിനെ വെർമിനായിട്ട് പ്രഖ്യാപിക്കാൻ 72-ലെ നിയമത്തിൽ തന്നെ 62-ാം വകുപ്പ് കേന്ദ്രത്തിന് അധികാരം നൽകുന്നുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ എന്ന് തന്നെയാണ് ആ വകുപ്പ് ആരംഭിക്കുന്നത് തന്നെ സാർ. അതിനെ നമുക്ക് വീണ്ടും സമീപിക്കാം, കേന്ദ്രത്തെ സമീപിക്കാം. ആവശ്യമെങ്കിൽ ഈ കാര്യത്തിൽ കോടതികളെ സമീപിക്കാൻ, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ നിയമ പോരാട്ടത്തിനും കേരള സർക്കാർ തയ്യാറാകണം. കേരളത്തിൻ്റെ ഈ ആവശ്യം നേടിയെടുക്കാൻ കേരള ഗവൺമെൻറ് സന്നദ്ധമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പ്രധാനമായിട്ടും സഹകരണ മേഖല, അതിനെ സ്പർശിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹകരണ മേഖലയെ തകർക്കുന്ന, നട്ടെല്ലൊടിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമല്ല. സഹകരണ തത്വങ്ങൾ നാം മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹകരണ ജനാധിപത്യമാണ്. തെരഞ്ഞെടുപ്പുകൾ ഇന്ന് കള്ളവോട്ട്, ആൾമാറാട്ടം, ബൂത്തുപിടുത്തം, ഇങ്ങനെ കുപ്രസിദ്ധമായ AKG പരിയാര മോഡൽ തെരഞ്ഞെടുപ്പുകൾ ഇന്ന് ചേവായൂരിലും ആനപ്പന്തി, എൻ്റെ നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഓർഡറുകൾ അതിന് കടലാസിൻ്റെ വില പോലും കൽപ്പിക്കാതെയാണ് CPM-ൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും ഒത്താശയോടെ സഹകരണ ജനാധിപത്യം കശാപ്പ് ചെയ്ത് സംഘങ്ങൾ വെട്ടിപ്പിടിക്കുന്നു. ഈ വെട്ടിപ്പിടുത്തം മതിയാവുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടിരിക്കുന്ന ഒരു കുൽസിത ബുദ്ധി, ഒരു കുതന്ത്രമാണ് സാർ കേരള സഹകരണ ചട്ടത്തിലെ പുതിയ പരിഷ്കാരത്തിനു വേണ്ടിയുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഈ നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസം 22-ാം തീയതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്താണ് ആ ചട്ടത്തിലെ ഭേദഗതി നിർദ്ദേശം? എന്താണ്? സംഘം ഭരണസമിതിയെ ആകെ അവിശ്വാസ പ്രമേയത്തിലൂടെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അസാധാരണമായിട്ടുള്ള ഒരു ചട്ട ഭേദഗതിയാണ് സാർ. 2023-ലാണ് കേരള നിയമസഭ വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്ത് സെലക്ട് കമ്മിറ്റി വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച്, ഞാനും ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, മറ്റ് സ്റ്റേറ്റുകളിൽ പോയി, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ പോയി സഹകരണ നിയമത്തിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. 24-ലാണ് അതിനെ തുടർന്ന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത്. ഈ ചട്ടങ്ങളിലോ 23-ലെ നിയമ ഭേദഗതിയിലോ ഉൾപ്പെടുത്തിയിട്ടില്ല സംഘം ഭരണസമിതി ആസ് എ ഹോൾ. ഈ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥയില്ല. എന്നാൽ സംഘം പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ പിരിച്ചുവിടുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ നിയമം, സഹകരണ നിയമം 28AB വകുപ്പ് പ്രകാരം അതിലെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. AB 2-ൽ പറയുന്നത് എന്താണ്? ഭരണസമിതിയിലെ ഭൂരിപക്ഷ അംഗങ്ങൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കണം. പകുതിയിൽ കുറയാത്ത 3/2 അംഗങ്ങൾ ഒപ്പിടണം. പകുതിയിൽ കുറയാത്ത ആളുകൾ യോഗത്തിൽ പങ്കെടുക്കണം. സംഘം ഭരണസമിതിയുടെ ഭൂരിപക്ഷ അംഗങ്ങൾ പ്രമേയം പാസ്സാക്കണം. എങ്കിൽ മാത്രമേ ഒരു പ്രസിഡന്റിനെയോ ഒരു വൈസ് പ്രസിഡന്റിനെയോ ട്രഷററെയോ ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുള്ളൂ. എങ്കിൽ ഇവിടെ എന്താണ്? പുതിയ ഭേദഗതി പ്രകാരം 43B അതുപ്രകാരം നോട്ടീസ് കൊടുക്കാൻ സംഘം ജനറൽ ബോഡിയിലെ 1/3 ആളുകൾ മാത്രമേ നോട്ടീസ് കൊടുത്താൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്താണ്? ഇങ്ങനെ ഒരു യോഗത്തിൻ്റെ കോറം 43B12 പ്രകാരം യോഗത്തിൻ്റെ കോറം സംഘത്തിൻ്റെ ജനറൽ ബോഡി വിളിക്കാനുള്ള കോറം തന്നെയാണ്. ഞാൻ ഉളിക്കൽ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു സാർ, ഇപ്പോഴല്ല. ആ സംഘത്തിൽ ഇപ്പോൾ 14,000 ആളുകളുണ്ട്. ആ ജനറൽ ബോഡി വിളിക്കാനുള്ള കോറം 50 പേർ മാത്രമാണ്. ദാറ്റ് മീൻസ് വാട്ട്? 50 പേർ പങ്കെടുക്കുന്ന ഒരു യോഗം. ഈ അവിശ്വാസ പ്രമേയം, സംഘം ഭരണസമിതിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ
50 പേർ പങ്കെടുക്കുന്ന ഒരു യോഗം മതി. ആ യോഗത്തിൽ 26 ആളുകൾ ഒരു ഭരണസമിതി 3000 വോട്ടിന് 5000 വോട്ടിനും ജയിച്ച 14000 ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആ അംഗങ്ങളുടെ പിൻബലത്തിൽ എതിരില്ലാതെ പോലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയെ ഈ കോറത്തിന്റെ പകുതിയുടെ പിന്തുണയിൽ പിരിച്ചുവിടാൻ സാധിക്കും. അങ്ങനെ കേരളത്തിൽ 20,000 25,000 ആളുകൾ അംഗങ്ങളായിട്ടുള്ള വേറൊരു വ്യവസ്ഥ എന്താണ് സാർ ഇതിലെ വ്യവസ്ഥ? ഈ എവിടെ യോഗം ചേരണം? ഇത്രയും വിപുലമായ യോഗം ചേരുന്ന സംഘം ഓഫീസിൽ. ഈ ചട്ടത്തിലെ ഒരു വ്യവസ്ഥയാണ്, ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണം. അതുകൊണ്ട് ഈ തെറ്റായിട്ടുള്ള ഈ ഡാർക്കോണിയൻ നിയമം ഇത് പിൻവലിക്കണം. സംഘം ജനറൽ ബോഡി, ആ ജനറൽ ബോഡിയുടെ അവകാശങ്ങൾ എന്താണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പ്രത്യേക ജനറൽ ബോഡി വിളിക്കാം. സെക്ഷൻ 35. ഒരു ഭരണസമിതിക്കെതിരായി കുറ്റകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഭരണസമിതിയെ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം സഹകരണ ഡിപ്പാർട്ട്മെന്റിനുണ്ട്, രജിസ്ട്രാറിനുണ്ട്. സെക്ഷൻ 32 ഈ അധികാരങ്ങളെ നിലനിൽക്കുകയാണ്. സാർ, ഒരു ഭരണസമിതിയെ പിരിച്ചുവിടാൻ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ ഉള്ളപ്പോൾ അവിശ്വാസം എന്ന് വന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ അവിശ്വാസത്തോടെ മാറ്റാൻ സാധിക്കും. 1000 പേരായിരിക്കും ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പറെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. 1000 പേര് മാത്രമുള്ള ഒരു വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പഞ്ചായത്തിലെ നിയമത്തിലുണ്ടോ? ഒരു MLA മാറ്റാൻ, മുഖ്യമന്ത്രിയെ മാറ്റാം, അസംബ്ലിക്ക് സർക്കാരിനെ മാറ്റാം. ഒരു പഞ്ചായത്ത് മെമ്പറെ മാറ്റാൻ 50 പേര് മതിയോ? അങ്ങനെ ഒരു കോറുണ്ടോ? പാർലമെന്റ് മെമ്പറെ മാറ്റാൻ സാധിക്കുമോ? ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? ഒരു ഭരണസമിതിയെ ആകെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഉള്ള കിരാതമായിട്ടുള്ള നിയമം ഈ നിയമസഭ നടക്കുന്ന സമയത്ത് അത് പ്രസിദ്ധീകരിച്ചത് തെറ്റാണ്. അത് പിൻവലിക്കണം. അത് പിൻവലിച്ച് സഹകരണ ജനാധിപത്യം സംരക്ഷിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകണം. സഹകരണ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻസർ, എൻ്റെ നാട്ടിൽ സജു ജോസഫിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോളിത്തട്ട് ബാങ്ക് CPM ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്കാണ് സാർ. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്കാണ് പഴയ ഭരണകാലത്ത്. ഇപ്പോൾ ആ ബാങ്കിൻ്റെ അവസ്ഥ എന്താണ്? 14 കോടിയാണ് ആകെ ടേൺ ഓവർ. ആ 14 കോടിയും ലോക്കൽ കമ്മിറ്റി ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ കട്ടെടുത്തിരിക്കുന്നു. അവർക്കെതിരെ കേസ്. 14 കോടിയാണ് ആ സംഘത്തിൻ്റെ ആകെ ആസ്തി. 14 കോടിയും ലോക്കൽ കമ്മിറ്റി മന്ത്രിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ലോക്കൽ കമ്മിറ്റിയുള്ള ആളുകൾ 14 കോടി രൂപയും അടിച്ചു മാറ്റിയിരിക്കുന്നു. കള്ള ലോൺ എടുത്തുകൊണ്ട് തിരിമറി നടത്തി റെക്കോർഡുകളിൽ കള്ളത്തരം എഴുതി ചേർത്തുകൊണ്ട് ആ സംഘത്തിൻ്റെ മുഴുവൻ ആസ്തിയും അവർ ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നു. അവിടെ നിക്ഷേപിച്ച ആളുകൾ ഇന്ന് അവർ വഴിയാധാരമായിരിക്കുന്നു, അവർ സമരമുഖത്താണ്. അതുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. പിടിച്ചെടുക്കുന്ന ജനാധിപത്യത്തെ കശാപ്പ് എന്ന നടപടികൾ അവസാനിപ്പിക്കണം. ഈ കിരാതമായ നിയമം, ചട്ടം, ഭേദഗതി അത് പിൻവലിക്കാൻ ഈ സഭയിൽ തന്നെ മന്ത്രി പ്രഖ്യാപനം നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.